ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇത് ഐസ്ക്രീം എന്നോ അല്ലെങ്കിൽ കുൽഫിന്നോ ഒക്കെ പറയാം. ക്രീമൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മൾ പാൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം വളരെ കുറച്ച് ചേരുവകൾ, വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി ഈ ഒരു അടിപൊളി ഐസ്ക്രീം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കേണ്ട, അല്ലാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗീവ് അവേയുടെ കാര്യവും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് പാലെടുക്കാം. ഈ 1/4 കപ്പ് പാലിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാൽപ്പൊടി ചേർക്കുവാണെങ്കിൽ ഈ ഒരു ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലോട്ട് നമുക്കൊരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത്, 1.5 കപ്പ് നല്ല കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാരയാണ്. ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം കത്തിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കട്ടയെല്ലാം മാറി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ അത് കുറുകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗീവ് അവേയുടെ കാര്യം സംസാരിക്കാം. അപ്പോൾ ഗീവ് അവേ എല്ലാ മാസവും 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് വിന്നറിന് ഇലക്ട്രിക് ബീറ്ററും സെക്കൻഡ് വിന്നറിന് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കേക്ക് ടിന്നുമാണ്. 3 കേക്ക് ടിന്നുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാം. അത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ മാസവും 2 വിന്നേഴ്സിനെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇനി ഒരുപാട് കുറുക്കി എടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ച് ചേർത്താലും മതി. അപ്പോൾ ഇത്രയും മതി. നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് ഇരുന്ന് തന്നെ അത് സെറ്റായിട്ട് പോകും. കാരണം നമ്മൾ മൈദ ചേർത്തുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് പോകും. അപ്പോൾ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മോൾഡുകളിലോ അല്ലെങ്കിൽ കപ്പിലോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പം 3-4 മോൾഡ് മാത്രമേ ഉള്ളൂ. ബാക്കി ഞാനൊരു ഡിസ്പോസിബിൾ കപ്പിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലും 1-2 എണ്ണത്തിലൊന്നും സ്റ്റിക്കില്ല. അപ്പോൾ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈസിലി ആയിട്ട് അവൈലബിൾ ആവുന്നതാണ് നമ്മുടെ സ്പൂണൊക്കെ. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു പാട പോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു സ്പൂണോ സ്റ്റിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കാം. പുറത്ത് വയ്ക്കുകയാണെങ്കിൽ 2 മണിക്കൂർ എടുക്കും ഇതൊന്ന് സെറ്റായിട്ട് കിട്ടാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിലുണ്ടല്ലോ, താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഐസ്ക്രീം എല്ലാം നല്ലപോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ സാധാരണ വെള്ളമില്ലേ, ചൂടുവെള്ളം വേണമെന്നില്ല, സാധാരണ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് പതുക്കെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഒരുപാട് സ്പീഡിൽ ഇളക്കിയെടുക്കരുത്, കാരണം നമ്മൾ ഒരുപാട് സെറ്റ് ചെയ്ത ഒരു ഐസ്ക്രീം അല്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് വെച്ചിട്ട് സാധാരണ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ അല്പമായിട്ട് മെൽറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.